ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗോബി 65 ആണ്. ചിക്കൻ 65 ടേസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എല്ലാ വെജിറ്റേറിയൻകാർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു ഐറ്റമാണ് ഗോബി 65. ഇതിൻ്റെ കോട്ടിങ് ഒട്ടും വിട്ടുപോകാത്ത രീതിയിൽ നമ്മൾ അല്പം എഗ്ഗും കോൺഫ്ലവർ എല്ലാം ആഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഇതേപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ഗോബി 65 തയ്യാറാക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഒരേ വലുപ്പത്തിലുള്ള ചെറിയ പീസുകളായി ഗോബിനെ കട്ട് ചെയ്തു. അല്പനേരം വെള്ളത്തിലിട്ട് വെക്കണം. അത് പെട്ടെന്ന് വാഷ് ചെയ്തെടുത്താൽ അതിൻ്റെ അണുക്കളൊന്നും പോവില്ല. അല്പം ചെറിയ ചെറിയ പുഴുക്കളൊക്കെ എന്തായാലും ഇരിക്കും. അപ്പോൾ നമ്മൾ അല്പനേരം വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരി ഒഴിച്ച് അല്പനേരം ഇട്ടിരിക്കുക. ഒരു 10-15 മിനിറ്റ് ശേഷം അത് നല്ല രീതിയിൽ കുറച്ചും കൂടി നല്ല വെള്ളത്തിൽ കഴുകി മാറ്റി എന്നിട്ട് നമ്മൾ അതിനൊരു പാത്രത്തിൽ മിക്സ് ചെയ്യാനിട്ടാണ്. അത് നമ്മൾ അല്പം ഒരു ടേബിൾ സ്പൂൺ 1/4 സ്പൂണോളം ഉപ്പ് നമ്മളതിനേക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപ്പിട്ടു. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണോളം നമ്മൾ ഇട്ട് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ നമുക്ക് കറക്റ്റായിരിക്കും. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു മുട്ടയുടെ വെള്ള, പ്യുവർ വെജിറ്റേറിയൻ മുട്ട ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമ്മൾ വെള്ളം മാത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു മുട്ട, ചെറിയ മുട്ടയാണെങ്കിൽ അതിൻ്റെ യോക്കും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മഞ്ഞയും വെള്ളയും കൂടി എടുക്കാൻ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു ടേബിൾ സ്പൂണോളം പുട്ടുപൊടി ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്തു. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തൈര്, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പില, ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ചിക്കൻ പോലെ പെട്ടെന്ന് ഇത് മസാല പിടിച്ച് ഇരിക്കില്ല. നമ്മൾ ഓയിലിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ മസാല വിട്ടുപോകും. അതുകൊണ്ട് നമ്മളിൽ കോൺഫ്ലവറും മുട്ട നമുക്ക് ചേർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കുക. അല്ലെങ്കിൽ നമ്മുടെ മസാല ശരിക്കും വിട്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം ഇതിലേക്ക് ഒട്ടും വെള്ളം ഇറങ്ങാത്തതായതുകൊണ്ട് അതിലെ മസാല പെട്ടെന്ന് തന്നെ സ്പ്രെഡായി പോകും. അല്പം നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ശരിക്കും എണ്ണ ചൂടായതിനു ശേഷം മാത്രം ഓരോരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഒന്നിച്ചിടാൻ കട്ട പിടിച്ചൊരു സൈഡ് വേവില്ല. അപ്പോൾ തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം നമുക്ക് ഇഷ്ടമുള്ളൊരു രീതിയിൽ ക്രഞ്ചി ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ശരിക്കും ചൂടായതിനു ശേഷം അല്പം നമ്മൾ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള ഫുള്ള് ഗോബി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒരുപാട് നേരം ഇളക്കുന്നില്ല. ഒരു തവണ ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണിത്. നമ്മൾ കോരാൻ നേരത്തെ അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറായിട്ട് തന്നെ കറിവേപ്പിലയും കിട്ടും. നേരത്തെ ഇട്ട് കൊടുക്കരുത്. ആ കോരാൻ നേരത്ത് മാത്രം കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ട്രെയിനറിലേക്ക് അതിനെ കോരി മാറ്റുകയാണ്. ഇപ്പം നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഗോബി 65 നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റമാണ് ഗോബി 65. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും.